നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് വിവാദം കത്തി നിൽക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കേരളം കേട്ടൊരു ആരോപണമുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ അന്ന് പ്രതിയാക്കപ്പെട്ട സ്വപ്ന സുരേഷ് പറഞ്ഞ ഒരു ആരോപണമായിരുന്നു. കേരളത്തിലെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിരുന്നു ആരോപണം. കേരളം ആ ആരോപണം കേട്ടപ്പോൾ ഞെട്ടിത്തെരിച്ചു. പക്ഷേ പിണറായി വിജയൻ ഒരക്ഷരം മിണ്ടിയില്ല. ഈ ആരോപണം അസത്യമാണ് എങ്കിൽ, അല്ലെങ്കിൽ ഈ ആരോപണം വ്യാജമായിരുന്നുവെങ്കിൽ സ്വപ്ന സുരേഷിനെതിരെ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല എന്ന് ചോദ്യവും അന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനൊന്നും അന്ന് പിണറായി വിജയൻ മറുപടി കൊടുത്തിരുന്നില്ല. മടിയിൽ കനമില്ല, അതുകൊണ്ട് പേടിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു പിണറായി വിജയൻ. അന്നത്തെ ആരോപണം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഒരു തവണ വിദേശത്തേക്ക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബാഗ് എടുക്കാൻ അദ്ദേഹം മറന്നുപോയി. പിന്നീട് ഈ സർക്കാർ തലത്തിലേക്ക് വിളിച്ച് പറഞ്ഞതനുസരിച്ച് ഇവിടെ നിന്നും ഒരു ബാഗ് കൊടുത്തയക്കുകയായിരുന്നു. ആ ബാഗിൽ നിറയെ ഡോളർ കെട്ടുകളായിരുന്നു, വിദേശ കറൻസികളായിരുന്നു എന്നായിരുന്നു അന്ന് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയത്. ഇതൊരു തവണ മാത്രമാണ്, നിരവധി തവണ ഇങ്ങനെ ഡോളറുകൾ കടത്തിയിട്ടുണ്ടെന്നും ഈ ബിരിയാണി ചെമ്പിലും മറ്റുമെല്ലാം സ്വർണം തിരികെ ഈ ഇവിടേക്ക് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ അന്ന് കേട്ടിരുന്നതാണ്. സമാനമായ ആരോപണമാണ് നമ്മളിപ്പോൾ വീണ്ടും കേൾക്കുന്നത്. അതും പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പക്ഷേ ഇത്തവണ പറയുന്നത് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ്. ഇഡിയുടെ കഴിഞ്ഞ ദിവസത്തെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് 85 ലക്ഷം രൂപ വീണ വിജയൻ, അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ വിദേശത്തേക്ക് കടത്തി എന്നാണ്. വിദേശത്തേക്ക് കടത്തുന്നത് ഒരു ഹവാല ഇടപാടിലൂടെയാണ്. അനധികൃതമായിട്ടാണോ വിദേശത്തേക്ക് കടത്തിയത്? എന്തിനു വേണ്ടിയിട്ടാണ് കടത്തിയത്? ഫെമ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ? ഇക്കാര്യങ്ങളെല്ലാം ഇഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ 85 ലക്ഷം രൂപ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ 85 ലക്ഷം രൂപ വീണ വിജയൻ വിദേശത്തേക്ക് കടത്തിയത്? അതിൻ്റെ സോഴ്സ് എന്തായിരുന്നു? ഈ 85 ലക്ഷം രൂപ വീണ വിജയന് എവിടെ നിന്ന് കിട്ടി? ഇത്തരം ചോദ്യങ്ങൾക്കാകും ഇനി ഇഡി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. വീണ വിജയനെയും ഭർത്താവ് മുഹമ്മദ് റിയാസിനെയും വീണ്ടും ഇഡി ചോദ്യം ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം നേരത്തെ വീണ വിജയനെ ഇഡി ചോദ്യം ചെയ്തപ്പോൾ വീണ വിജയന് ഈ പറയുന്ന ഇടപാടുകളിലൊന്നും തന്നെ യാതൊരു അറിവോ ധാരണയോ ഇല്ല. വീണ വിജയന്റെ പേരിൽ ഇത് മറ്റാരോ നടത്തുന്ന ഇടപാടുകളാണ് എന്ന് ഇഡിക്ക് സൂചന ലഭിച്ചിരുന്നു. പിന്നീടാണ് അന്വേഷണം പി.എ. മുഹമ്മദ് റിയാസ്, മുൻ മന്ത്രിയും അതുപോലെ തന്നെ വീണ വിജയന്റെ ഭർത്താവുമായ പി.എ. മുഹമ്മദ് റിയാസിലേക്ക് കടന്നത്. ആ അന്വേഷണത്തിലാണ് ഏറ്റവും ഒടുവിലായി ഈ 85 ലക്ഷം രൂപ വിദേശ കറൻസിയായി വിദേശത്തേക്ക് കടത്തി എന്ന വിലയിരുത്തൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടെത്തൽ ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇഡി നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇഡിയുടെ അന്വേഷണത്തിൽ വീണ വിജയൻ വിദേശത്തെ ചില ആളുകളുമായി കോണ്ടാക്ട് ചെയ്തിരുന്നതിൻ്റെ തെളിവുകളും ലഭിച്ചിരുന്നു. ഇതിനുവേണ്ടി ഇന്റർനെറ്റ് സംവിധാനമാണ് ഉപയോഗിച്ചത്. ഇന്റർനെറ്റ് കോൾ ഉപയോഗിച്ചിട്ടാണ് വിദേശത്തേക്ക് ആശയവിനിമയം നടത്തിയത്. അതിന് വീണ വിജയന് അത്യാധുനികമായ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഇന്റർനെറ്റ് റൂട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷനുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആശയവിനിമയം നടത്തിയിരിക്കുന്നത്. വൈഫൈ റൂട്ടറിന് ഉപയോഗിച്ചിരുന്നത് പക്ഷേ മറ്റൊരാളുടെ സിം കാർഡായിരുന്നു. കോഴിക്കോട് സ്വദേശിയായ നന്ദുലാലിൻ്റെ സിം കാർഡായിരുന്നു എന്നാണ് ഇപ്പോൾ ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. ഈ നന്ദുലാൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് റെയ്ഡ് നടത്തിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട് കേന്ദ്രീകരിച്ചും റെയ്ഡ് നടത്തിയിരുന്നു. പി.എ. മുഹമ്മദ് റിയാസിൻ്റെ ഏറ്റവും അടുത്ത ആളുകളിൽ ഒരാളാണ് നന്ദുലാൽ. പി.എ. മുഹമ്മദ് റിയാസിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിൽ ഒരാളാണ് നന്ദുലാൽ എന്ന് ഇഡി പറയുന്നു. അങ്ങനെ ഉള്ള നന്ദുലാലിൻ്റെ സിം കാർഡാണ് വൈഫൈ റൂട്ടറിൽ വിദേശത്തേക്ക് ആശയവിനിമയം നടത്താനായി വീണ വിജയൻ ഉപയോഗിച്ചത് എന്നാണ് ഇഡി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കോഴിക്കോട് റെയ്ഡ് വൻ വിജയമാണ് എന്നും ഇഡി ഇപ്പോൾ വിലയിരുത്തുന്നു. കാരണം ഇലക്ട്രോണിക് ഉപകരണങ്ങളും അതോടൊപ്പം തന്നെ നിർണായകമായ രേഖകളും അന്വേഷണത്തിന് സഹായകമാകുന്ന രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഇഡി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം പി.എ. മുഹമ്മദ് റിയാസ് വാർത്താലേഖകരോട് പറഞ്ഞത് ഈ റെയ്ഡുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും റെയ്ഡുകളിൽ നിർണായകമായ ഒന്നും ഇഡിക്ക് ലഭിച്ചിട്ടില്ലെന്നും ഒരു തെളിവും ലഭിക്കാതെയാണ് ഇഡി മടങ്ങിപ്പോയതെന്നുമൊക്കെയായിരുന്നു പി.എ. മുഹമ്മദ് റിയാസ് പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഇഡി പത്രക്കുറിപ്പിലൂടെ തള്ളുകയാണ്. ആ റെയ്ഡ് വൻ വിജയമായിരുന്നു. പി.എ. മുഹമ്മദ് റിയാസും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ, അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, ഡിവൈഎഫ്ഐ നേതാക്കൾ, ഇവരുടെയൊക്കെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. ഈ റെയ്ഡുകളിലെല്ലാം ദുരൂഹ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിവരങ്ങൾ, ഡിജിറ്റൽ ഉപകരണങ്ങൾ, അതോടൊപ്പം തന്നെ രേഖകൾ ഇതെല്ലാം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഇഡി വിലയിരുത്തുന്നു. മാത്രമല്ല, ഇഡിക്ക് ഈ ആളുകളെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ലഭിച്ചത് നേരത്തെ ആദ്യഘട്ട പരിശോധനയിൽ കിട്ടിയ വീണ വിജയന്റെ ഡയറിയിൽ നിന്നാണ്. ആ ഡയറിയിലും അതുപോലെ തന്നെ വീണ വിജയൻ
വിജയന്റെ മറ്റൊരു ഡിജിറ്റൽ ഉപകരണത്തിലും ഈ പറയുന്ന വ്യക്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല എക്സാലോജിക്കിന് പുറമെ മറ്റ് 2 കമ്പനികളുടെ പേരുകൾ കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ 2 കമ്പനികളും ഷെൽ കമ്പനികളാണ് എന്ന് വിലയിരുത്തുന്നുണ്ട്. ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ. ഇതെല്ലാം ഈ പറയുന്ന ദുരൂഹ ഇടപാടുകൾ നടത്താനുള്ള ഒരു പോംവഴി മാത്രമായിരുന്നുവെന്ന് ഇഡി വിലയിരുത്തുന്നു. ആ ഇടപാടുകൾ നടത്തി കഴിഞ്ഞപ്പോൾ ഈ കമ്പനികളെല്ലാം പൂട്ടിക്കെട്ടി എന്നുമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വിവരങ്ങൾ. മാത്രമല്ല CMRL നിന്ന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ തുകയുടെ ദുരൂഹ ഇടപാടുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ ഇഡിക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് 2.78 കോടി രൂപയാണ് CMRL നിന്നും സേവനമൊന്നും നൽകാതെ എക്സാലോജിക് എന്ന കമ്പനിയുടെ വീണ വിജയൻ ഏകാംഗ ഡയറക്ടറായിട്ടുള്ള കമ്പനിയുടെ അക്കൗണ്ടിലേക്കും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായ വീണ വിജയന്റെ വ്യക്തിഗത അക്കൗണ്ടിലേക്കും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുകയാണ് ഇഡി ഇപ്പോൾ പ്രൊസീഡ്സ് ഓഫ് ക്രൈമായി കണക്കാക്കുന്നത്. ഏകദേശം 3 കോടി രൂപ. ഈ 3 കോടി രൂപ ചെലവാക്കിയത് എങ്ങനെ എന്നത് സംബന്ധിച്ച അന്വേഷണത്തിലാണ് ഇഡി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ചത്. പക്ഷേ ഈ അന്വേഷണത്തിൽ കേവലം ഈ 3 കോടി രൂപ മാത്രമല്ല, കൂടുതൽ തുകയുടെ ദുരൂഹ ഇടപാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PM മുഹമ്മദ് റിയാസിന്റെ മറ്റ് ഇടപാടുകളിലേക്കും ഇഡി അന്വേഷണം വ്യാപിക്കും എന്നുറപ്പാണ്. മറ്റ് ചില ദുരൂഹ ഇടപാടുകൾ കൂടി ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരുമെന്നാണ് ഇഡി ഇപ്പോൾ കരുതുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ PM മുഹമ്മദ് റിയാസ് വിനിയോഗിച്ച ഫണ്ടിന്റെ കുറിച്ചുള്ള വിവരങ്ങളും ഇപ്പോൾ ഇഡി തേടി തുടങ്ങിയിരിക്കുന്നു. ഈ മുഹമ്മദ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിനെ കുറിച്ചും ഇനി കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാകും എന്നാണ് സൂചന. അതേസമയം PM മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തേക്ക് അന്വേഷണം പോയതോടുകൂടി ഈ അന്വേഷണത്തെ പ്രതിരോധിക്കാൻ പാർട്ടി ഇപ്പോൾ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ്. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ PM മുഹമ്മദ് റിയാസിനെതിരായിട്ടുള്ള ഇഡിയുടെ നീക്കങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് വിലയിരുത്തുകയാണ്. മാത്രമല്ല ഈ വീണ വിജയന്റെ എക്സാലോജിക്കും അതോടൊപ്പം തന്നെ CMRLും 2 സ്വകാര്യ കമ്പനികളാണെന്നും അവർ തമ്മിലുള്ള ഇടപാടുകളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസി കണ്ടെത്തിക്കൊള്ളുമെന്നും അതിൽ പാർട്ടി ഇടപെടുകയില്ല എന്നുമായിരുന്നു നേരത്തെ സ്വീകരിച്ചിരുന്ന നിലപാട്. എന്നാൽ ഇപ്പോൾ ആ നിലപാട് മാറ്റിക്കൊണ്ട് PM മുഹമ്മദ് റിയാസിനെയും ഇന്നലെ റെയ്ഡ് ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട CPM DYFI നേതാക്കളെയുമെല്ലാം സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത്. ഇഡി റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും തൻ്റെ ഭാര്യയായ വീണ വിജയൻ ഇത്തരത്തിലുള്ള കമ്പനികൾ നടത്തുന്ന വ്യക്തിയാണെന്നും അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള വ്യക്തിയാണെന്നും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ നടപടിക്രമങ്ങളും നിയമപരമായ ഇടപാടുകളും മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്നും കോൺഗ്രസിലെ MLA-മാരെ പോലെ വിലക്കെടുക്കാനാണ് BJP വിലക്കെടുക്കാൻ തന്നെ ശ്രമിക്കുകയാണെന്നും ഈ ഇഡി അന്വേഷണം കണ്ട് ഭയപ്പെട്ട് BJP-യിലേക്ക് പോവില്ല എന്നും കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസും പ്രതികരിച്ചിരുന്നു. എന്തായാലും രാഷ്ട്രീയമായും നിയമപരമായും ഇഡിയുടെ നീക്കങ്ങളെ പ്രതിരോധിക്കാനാണ് CPM-ഉം മുഹമ്മദ് റിയാസും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ BJP പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രാജിവെക്കണം എന്ന ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രധാന പരാതിക്കാരൻ നമുക്കറിയാം BJP-യുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ആണ്. ഇത് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഇതിനെക്കുറിച്ചുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ തന്നെ ഇതിന്റെ ഉള്ളിലെ സത്യാവസ്ഥ കണ്ടെത്താനായി നിയമപരമായി നീങ്ങുകയും അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തത് ഷോൺ ജോർജ് ആയിരുന്നു. ആ ഷോൺ ജോർജ് തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം, സ്ഥാനം ഒഴിയണം എന്നാണ് BJP-യുടെ ആവശ്യം. ശക്തമായ സമര പരിപാടികൾ പിണറായി വിജയനെതിരെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നും BJP അറിയിക്കുന്നു. എന്തായാലും ഈ റെയ്ഡുകളോടുകൂടി റെയ്ഡിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നതോടുകൂടി പാർട്ടിയും അതുപോലെ തന്നെ പിണറായി വിജയനും പ്രതിരോധത്തിലാവുകയാണ്. പിണറായി വിജയൻ, മകൾ വീണ വിജയൻ, അതോടൊപ്പം തന്നെ ഇപ്പോൾ ലൈം ലൈറ്റിലേക്ക് മരുമകൻ മുഹമ്മദ് റിയാസും വരികയാണ്. ഈ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത നേടാനായി ഇഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലുകൾ ആരംഭിക്കും എന്നും സൂചനയുണ്ട്. വീണ വിജയനെ വീണ്ടും വിളിപ്പിക്കാൻ സാധ്യതയുണ്ട്. മുഹമ്മദ് റിയാസിനെയോ പിണറായി വിജയനെയോ ചോദ്യം ചെയ്തേക്കാനുള്ള സാധ്യതയുണ്ട്. തുടർ റെയ്ഡുകൾ നടത്താനുമുള്ള സാധ്യതയും ഇപ്പോൾ ഏജൻസി